ഹലോ ഗായ്സ്. അപ്പം ഞാൻ DDO ജേക്കബിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ കുറേ ഡൗട്ടായിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഉണ്ടായ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതെല്ലാവരും കാണണം. നിങ്ങളുടെ എല്ലാവരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലുണ്ട്. സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി ഇപ്പോൾ വർക്കിംഗ് ആണോ? അല്ല, ഞാനിപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് അല്ല, ഞാനിപ്പോൾ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ട്രെയിനിങ് എങ്ങനെ ഗ്രൂപ്പായിട്ടാണോ അതോ ഇൻഡിവിജ്വൽ ആയിട്ടാണോ, സേഫ് ആണോ, നമ്മൾ ഒറ്റയ്ക്കാണോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ കുറച്ച് പേര് ഗ്രൂപ്പായിട്ടാണ് നോക്കിയത് ഹോട്ടൽസ് വർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പം അങ്ങനെ നോക്കി അവിടെയുള്ള ഹോട്ടൽസ്, നല്ല ഹോട്ടൽസ് സെലക്ട് ചെയ്തു. അവിടെ വേക്കൻസി അനുസരിച്ചിട്ട് അടുത്തടുത്തായിട്ടാണ് പോയത്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ സാറിനോട് സംസാരിച്ച് നിങ്ങൾക്ക് അങ്ങനെ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരാൾ ചോദിച്ചത് വേറെ കോഴ്സ് ഉണ്ടോയെന്നാണ്. അപ്പം എൻ്റെ അറിവിൽ ഇപ്പം ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് അസോസിയേറ്റ് എന്നുള്ള കോഴ്സാണ് ഉള്ളത്. അത് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് മാറി ഒരു സമയത്ത് ഒരു ടൈം ഓഫ് പീരീഡിൽ അവർ വേറെ കോഴ്സ് കൊണ്ടുവരും. നിങ്ങൾ അന്വേഷിക്കുക. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് എത്രയാണെന്ന് കേട്ടോ. ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സ് വരെയുള്ളവർക്കാണ്. 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് ആണ്, SSLC ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ കുറേ പേര് പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇതെൻ്റെ സ്കോർ ഷീറ്റും അതുപോലെ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. NSDCൻ്റെ സർട്ടിഫിക്കറ്റാണ്, സ്കിൽ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഹോസ്റ്റല് ഫ്രീ ആണോ അതോ, എല്ലാവർക്കും ഡൗട്ടുണ്ട്. ഫുൾ ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് പിന്നെയും ചോദിക്കുന്നുണ്ട്, സീരിയസ്ലി ശരിയാണോ അങ്ങനെയൊക്കെ. അതെ ഗൈസ്, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ ഒരു പോലും അവർക്ക് കൊടുക്കേണ്ടതില്ല. കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെൻറ് ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹോസ്റ്റല് ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്, യൂണിഫോം ഉണ്ട്, അവർ തന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, എല്ലാം അവർ തന്നെയാണ് നോക്കുന്നത്. ഓൺലൈനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനിലല്ല, ഇത് കംപ്ലീറ്റ് ഓഫ്ലൈൻ തന്നെയാണ്. നമ്മളവിടെ പോയി ചെയ്യണം. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ജോബാണോ തരുന്നത് അതോ പ്രൈവറ്റ് ജോബാണോ എന്നാണ്. ഇത് പ്രൈവറ്റ് ജോബാണ് കേട്ടോ, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ജോബാണ്. നിങ്ങളിത് പഠിച്ചിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊരു കമ്പനിയിൽ പോവും. അവിടുന്ന് എക്സ്പീരിയൻസ് ആക്കിയിട്ട് ഇതിന് അബ്രോഡും കുറേ ചാൻസസ് ഉണ്ട്. ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കുറേ ചാൻസസ് അബ്രോഡിലുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ആക്കുക. അബ്രോഡിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് അബ്രോഡിൽ പോകാം. ഇൻ്റർവ്യൂ ടഫാണോ, എക്സാം ടഫാണോ എന്ന്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരിക്കലല്ല, ഏറ്റവും സിമ്പിളാണ് ഈ ഒരു സാധനം പഠിക്കാൻ തന്നെ. ബേസിക് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പാസ്സാവാൻ ഉറപ്പുണ്ട്. ആ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ട്രെയിനി ആയിട്ടാണ് പോകുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇൻ്റർവ്യൂവർ നമ്മളോട് HR നമ്മളടുത്ത് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല. നമ്മൾ ബേസിക് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. HR ചോദിക്കുന്നത് മെയിനായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അത് നമുക്ക് പഠിച്ചിട്ട് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എടുത്തത്, ആ ഒരു കാര്യം മാത്രമേ ചോദിക്കുള്ളൂ. പിന്നെ ജസ്റ്റ് സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. അത് നമുക്ക് അത്യാവശ്യം നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് വലിയ ക്വസ്റ്റ്യനോ ടഫൊന്നും ആയിരിക്കില്ല, സിമ്പിളായിരിക്കും. പിന്നെ ഹോസ്റ്റൽ ഫുഡ്, അതുപോലെ ഹോസ്റ്റലൊക്കെ നല്ലതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഹോസ്റ്റലാണ് കിട്ടിയത്. ഗേൾസ് എല്ലാവരും കൂടി നല്ലൊരു ഹോസ്റ്റലായിരുന്നു അത്. ബോയ്സിന് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്. അപ്പം അതും നല്ല, ബോയ്സും പറഞ്ഞിട്ടുണ്ട് നല്ല ഹോസ്റ്റലാണ്. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല ഫുഡാണ് ഉണ്ടായത്. അത്യാവശ്യം നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ടായത്, നല്ല ഫുഡാണ് ഉണ്ടായത്. എല്ലാവരും എന്നോട് സാലറി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഞാൻ ട്രെയിനി ആയിട്ടാണ് ആദ്യം പോയത്. മൂന്നാറിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ഞാൻ ആദ്യമായിട്ട് കയറിയത്. അപ്പോൾ എനിക്ക് ട്രെയിനിങ്ങിന് ഉണ്ടായ സാലറി എന്ന് പറയുന്നത് 10,000 ആണ്.
പിന്നെ അവിടുന്ന് സ്റ്റാഫായി കഴിഞ്ഞ ശേഷം എനിക്ക് അവിടുത്തെ ബേസിക് പേ ആയ 15,000 ആണ് ഉണ്ടായത്. 15,000 രൂപയാണ് സ്റ്റാർട്ടിങ് സാലറി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഓരോരോ ഹോട്ടൽസ് ഡിപ്പെൻസ് ആണ്. ഇന്റർവ്യൂവിൽ നമുക്ക് നല്ല സംസാരിച്ച് ഇത് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ അതും നല്ലതാണ്. നമ്മുടെ ഹയർ ഒരു പൊസിഷനിലേക്കൊക്കെ പോകുമ്പോൾ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ. ഞാൻ അവിടുന്ന് മാറി വയനാട്ടിലാണ് ജോലി ചെയ്തത്. അവിടെ ഞാൻ GRE ആയിരുന്നു. ആദ്യം ട്രെയിനി ആയിട്ട് പോയി, പിന്നെ GRA ആയിരുന്നു, ഗസ്റ്റ് റിലേഷൻ അസോസിയേറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് GRE ആയി, എക്സിക്യൂട്ടീവ് ആയി. അപ്പം എനിക്ക് 18,000 രൂപയാണ് സാലറി ഉണ്ടായത്. ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അവർ യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ക്ലാസ്സിൻ്റെ സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പാടില്ല. അവർ നമ്മുടെ ഫോണ് വാങ്ങിച്ചു വെക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് തിരികെ പോകുന്ന സമയത്താണ് ഫോൺ നമുക്ക് തന്നിട്ടുണ്ടായത്. ഹോസ്റ്റലിൽ നമുക്ക് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. 10 മണി വരെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ഫോണ് ഹോസ്റ്റൽ വാർഡൻ്റെ കയ്യിൽ കൊടുക്കണം. രാവിലെ വാർഡൻ നമുക്ക് 6 മണി കഴിഞ്ഞാൽ നമുക്ക് തരും, ഫോൺ തരും. അങ്ങനെയാണ്. പിന്നെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. അപ്പം എൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. അപ്പം ഇത്രയാണ് എൻ്റെ വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.